നമസ്കാരം, എൻ്റെ പേര് അനീറ്റ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബിവോക് പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ലാബ് മിറർ എഡ്യൂക്കേഷൻ പബ്ലിക്കേഷൻസ് ഡയറക്ടർ ശ്രീ രഞ്ജിത്ത് ഇരിങ്ങേറ്റ് സാറാണ്. ഗുഡ് മോർണിംഗ് സർ. സർ, നമുക്കിന്നിവിടെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമുക്ക് ബിവോക് കോഴ്സ് എന്താണ്? പലർക്കും ബിവോക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ നമ്മൾ ട്രഡീഷണലി കേട്ട് വരുന്നത് BSc എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. അതിൽ നിന്നും ബിവോക്കിലോട്ട് വരുമ്പോൾ ബിവോക് എന്താണെന്ന് നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ അഡ്മിഷൻ റിലേറ്റഡ് വർക്ക്സ് വരുമ്പോൾ അവർക്കുമൊന്നും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ സാറിനൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊന്ന് പറയാമോ, എന്താണ് ബിവോക് കോഴ്സ് എന്ന് പറയുന്നത്? ബിവോക്ക് പൊതുവിൽ നിന്ന് അറിയപ്പെടുന്നത് യുവതലമുറയുടെ തൊഴിലധിഷ്ഠിത ബിരുദ പഠനം എന്നുള്ള പേരിലാണ്. സത്യത്തിൽ ഇത് ആരംഭിച്ചിട്ട് 10 വർഷത്തോളമായി. പക്ഷേ ഇതിൻ്റെ ഒരു ഫെമിലിയാരിറ്റി കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ വരുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നയം, പ്രത്യേകിച്ചും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അതിൻ്റെ അലയൊലിയൽ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. 2011 തന്നെ ഇന്ത്യയിലെ ചില പഠനങ്ങൾ നമ്മുടെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിൽ ഒരു പ്രത്യേക തൊഴിലിനുള്ള അഭിരുചി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ വളരെ ചെറിയ ശതമാനം ആളുകളിൽ മാത്രമാണ് ഡിഗ്രി ഉണ്ടെങ്കിലും അവർക്ക് പ്രത്യേകമായിട്ടുള്ള തൊഴിലിനോടുള്ള ഒരു അറിവില്ല. ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് അന്നത്തെ കേന്ദ്ര സർക്കാർ, അതായത് UPA ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആലോചിക്കുകയും ഡിഗ്രിയുമായി മെർജ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൊക്കേഷണൽ പ്രാക്ടീസ് ഇവർക്ക് നൽകിയാൽ അത് ഇൻഡസ്ട്രിയിലേക്കും മറ്റു തൊഴിലിടങ്ങളിലേക്കും അവരെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ആശയത്തിൽ നിന്നാണ് ബിവോക്ക് ഉൾപ്പെടെയുള്ള 2-3 പ്രൊഫഷണൽ ഡിഗ്രികൾ രംഗത്തേക്ക് വരുന്നത്. 2011 നടത്തിയ സർവേയിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ VHSE മോഡൽ വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തുകയും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സിംഗപ്പൂർ, ചൈന, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നടക്കുന്ന തൊഴിലധിഷ്ഠിത ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകൾ അതാത് രാജ്യത്തെയും സ്റ്റേറ്റ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ ഉടലെടുക്കുന്നത്. 2013 എത്തുമ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർക്കുകയുണ്ടായി. അങ്ങനെയാണ് 2014 വരുന്നു. 2014 ഏപ്രിൽ മാസത്തോടു കൂടി ഇത്തരം തൊഴിലധിഷ്ഠിത പ്രോഗ്രാം എന്തുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട്, എന്തുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നടത്തും എന്നുള്ള ചിന്തകൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ലാബ് ഓണേഴ്സിൻ്റെ മേഖലകളിലേക്കും ലാബിൻ്റെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, റിയേജൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും മറ്റ് പാരാമെഡിക്കലിൻ്റെ വിവിധ മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും ഒരു മികച്ച എൻ്റർപ്രണറാകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടിയാണ് ബിവോക്ക് എന്നുള്ളത്. സർ, നമ്മളിപ്പോൾ ട്രഡീഷണലി പഠിച്ചു വരുന്ന, അതായത് BSc പോലുള്ള കോഴ്സുകൾ, അതും നമ്മുടെ ഈ ബിവോക് കോഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴുള്ളത് ട്രഡീഷണൽ ഡിഗ്രി കോഴ്സുകളാണ്. പ്രത്യേകിച്ച് പാരാമെഡിക്കൽ സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നടക്കുന്ന, അതിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ നടക്കുന്ന ട്രഡീഷണൽ ഡിഗ്രി കോഴ്സുകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 4 വർഷ ദൈർഘ്യമുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളാണത്. അതിൽ നിന്നും ബിവോക്ക് ഡിഗ്രിക്കുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ബിവോക്ക് ഡിഗ്രി എന്നുള്ളത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. ഗ്രാജുവേറ്റ് ഡിഗ്രിയും അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും തമ്മിൽ വളരെ ചെറുതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അതേസമയം ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ പ്രാക്ടിക്കലോടുകൂടി ഒരു വിദ്യാർത്ഥി പഠനം നടത്തുന്നത് ഒരുപക്ഷെ ട്രഡീഷണൽ ഡിഗ്രിയേക്കാൾ കൂടുതൽ ബിവോക്ക് ഡിഗ്രിയിലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ
നമുക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ആവശ്യമെങ്കിൽ കുറേ കൂടി ട്രഡീഷണൽ ഡിഗ്രിയേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് ബിവോക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ ആയിരിക്കും. കാരണം ബിവോക്ക് ഡിഗ്രിയിൽ 60% പ്രാക്ടിക്കലും 40% തിയറിയുമുള്ള ഒരു പ്രത്യേക കോഴ്സ് സ്ട്രക്ചറോടുകൂടിയാണ് പഠനം നടത്തുന്നത്. ഇത് മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിയൽ പഠനം കൂടിയാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ തിയറി, ബിവോക്ക് വിദ്യാർത്ഥികൾ തിയറി പഠിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചോ അതല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കേന്ദ്രീകരിച്ചോ ആയിരിക്കും. അതേസമയം ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക സമയം, ഒരു വലിയൊരു കാലയളവ് അവർ പഠനത്തോടൊപ്പം തന്നെ തൊഴിലും, അതായത് അവരുടെ പ്രാക്ടിക്കലും അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ബിവോക്ക് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ തൊഴിലാളി എന്നുള്ള രൂപത്തിൽ ബിവോക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ട്രഡീഷണൽ ഡിഗ്രിയേക്കാൾ മുകളിൽ പ്രാക്ടിക്കൽ നോളജുള്ള ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റാൻ ബിവോക്കിൻ്റെ സ്ട്രക്ചറിലൂടെ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ സാർ. ഓക്കെ സാർ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സാർ, നമുക്ക് 60% വരുന്നത് തിയറി ആൻഡ് 40% അല്ല, ഒരു മിനിറ്റ് അതൊന്ന് കട്ട് ചെയ്തോണേ. ഓക്കെ സാർ. സാർ, ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഡിഗ്രിയും അതുപോലെ തന്നെ ബിവോക്ക് കോഴ്സും തമ്മിലുള്ള, അല്ലെങ്കിൽ ബിവോക്ക് ഡിഗ്രിയും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ സിലബസിൽ എന്താണ്, അതായത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ആ സിലബസിൽ വരുന്ന ഡിഫറൻസ് എന്താണ്, ട്രഡീഷണൽ ഡിഗ്രിയുടെയും അതുപോലെ നമ്മുടെ ബിവോക്ക് ഡിഗ്രിയുടെയും? പറയട്ടെ. ബിവോക്ക് ഞാൻ പറഞ്ഞു, ബിവോക്ക് ഒരു സുപ്രഭാതത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറൊന്നുമല്ല. 3-4 വർഷത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട്, ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട്, ഇന്ത്യയിലെ ഗവൺമെൻറ്റും ഗവൺമെൻറ്റേതര ഏജൻസികളുടെയും MHRD ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ബിവോക്ക്. ബിവോക്കിൻ്റെ സിലബസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള കമ്പനികളുടെ സഹായത്തോടു കൂടിയാണ്. എന്ന് പറയുമ്പം ഒരു കമ്പനിയിൽ ഒരാൾക്ക് എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ കഴിയും, എത്ര സക്സസ്ഫുള്ളായിട്ട് ഒരു നല്ല എൻ്റർപ്രണർ ആവാൻ കഴിയും, എത്ര സക്സസ്ഫുള്ളായിട്ട് ഒരു ജോലിയുടെ ഭാഗമായിട്ട് തീരാൻ കഴിയും എന്നുള്ള രൂപത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള, ലോകത്ത് വളരെ മാതൃകയാകുന്ന രൂപത്തിലുള്ള ഒരു സിലബസാണ് ബിവോക്കിനുള്ളത്. അതിൻ്റെ പ്രത്യേകത കൂടെ ഞാൻ പറഞ്ഞു. 60% പ്രാക്ടിക്കലും 40% തിയറി എന്നുള്ളത് മാത്രമല്ല, ഇതിനൊരു ഡിഗ്രി പാർട്ടുണ്ട്, ഒരു ജനറൽ ഡിഗ്രി പാർട്ടുണ്ട്. അതേസമയം തന്നെ ഇതിനൊരു വൊക്കേഷണൽ പാർട്ടുണ്ട്. ജനറൽ ഡിഗ്രി പാർട്ട് 40%, അതേസമയം വൊക്കേഷണൽ ഡിഗ്രി പാർട്ട് 60%മാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ജനറൽ ഡിഗ്രി പാർട്ട് പൂർത്തിയാകുന്നതോടുകൂടി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ പബ്ലിക് എക്സാമിനേഷനും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാമിനേഷനും എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഡിഗ്രി പാർട്ട് സിലബസാണ് ഇതിന് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും നന്നായിട്ട് ലാംഗ്വേജ് അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, ലോക്കൽ ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള ലാംഗ്വേജ് പഠനം നമുക്കതിൽ കാണാൻ കഴിയും. അത് മുമ്പുണ്ടായിരുന്ന ട്രഡീഷണൽ ഡിഗ്രി ലാംഗ്വേജ് പോലെയുള്ള പഠനമല്ല, മറിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള, നമുക്ക് ഒരു വ്യക്തിയെ സമൂഹത്തിൽ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ള രൂപത്തിലുള്ള പുതിയ കാലത്തിൻ്റെ ലാംഗ്വേജ് പഠനമാണ് നമുക്കതിൽ കാണാൻ കഴിയുക. മറ്റൊന്ന്, ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്, റോബോട്ടിക് യുഗമാണ്, എല്ലാം മെഷീനുകളുടെ കാലമാണ്. അതിനെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ചുള്ള വലിയൊരു സിലബസ് 2 സെമ്മുകളിലായിട്ട് 3 വർഷത്തെ ബിവോക്ക് പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട, നമ്മളൊരു തൊഴിലാളിയായി മാറുന്ന സമയത്ത്, നമ്മളൊരു എൻ്റർപ്രണറായി മാറുന്ന സമയത്ത് നമ്മൾ ആർജിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എൻവയോൺമെൻറ്റൽ സ്റ്റഡി ആയിക്കോട്ടെ, എൻ്റർപ്രണർഷിപ്പ് സ്റ്റഡി ആയിക്കോട്ടെ, സൈക്കോളജി പഠനമായിക്കോട്ടെ, എന്നിങ്ങനെ നിരവധിയായ വിഷയങ്ങളിലുള്ള പേപ്പറുകൾ നമുക്ക് 3 വർഷത്തെ ഈ ബിവോക്ക് പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയും.
അതേപോലെ തന്നെ ഒരു ഡിഗ്രി പഠനത്തിൽ ഒരു വിദ്യാർത്ഥി, പ്രത്യേകിച്ചും ജനറൽ ഡിഗ്രി, നമുക്ക് കൊമേഴ്സ് ഡിഗ്രികൾ കാണാം, അതേപോലെ എക്കണോമിക്സ് ഡിഗ്രികളെ കാണാം, അതിലൊക്കെ കാണുന്ന സബ്ജക്റ്റുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് വളരെ നല്ലൊരു ജനറൽ ഡിഗ്രി പാർട്ടാണ് ബിവോക്കിനായിട്ട് 3 വർഷത്തെ പഠനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഫൈനൽ ഇയറിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതേസമയം അതിൻ്റെ വൊക്കേഷണൽ പാർട്ടിലേക്ക് വന്നാൽ ഏറ്റവും ആധുനിക യുഗത്തിൽ ഒരു ജോലി എങ്ങനെ ചെയ്യാൻ കഴിയും, ഒരു മെഷീൻ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള രൂപത്തിൽ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വൊക്കേഷണൽ സിലബസും തയ്യാറാക്കിയിരിക്കുന്നത്. അതും 60% പ്രാക്ടിക്കലോടുകൂടി. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കടമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളുടെ VHSC ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സിലബസുകളെ ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വളരെ മഹത്തായിട്ടുള്ള സിലബസാണ് ബിവോക്കിനുള്ളത്. സാർ, ഇപ്പം നമുക്ക് BSc ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനായിട്ട് നമുക്ക് MSc വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബിവോക്കിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ എന്താണ് സാർ? ബിവോക്ക് 2014 തുടങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞു. അത് അതിൻ്റെ ശൈശവഘട്ടത്തിലാണുള്ളത്. അതൊരു 3 വർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഒരു ഡിഗ്രി പ്രോഗ്രാമായിട്ട് തന്നെയാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി പ്രോഗ്രാമിന് ശേഷം എന്താണ് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് എന്നും അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിദൂരമായിട്ടുള്ള കാഴ്ചപ്പാടും അതിൻ്റെ റൂൾസും റെഗുലേഷനും ഒക്കെ തന്നെ UGCയും ബിവോക്കും MHRD ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബിവോക്ക് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക്, അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിക്ക് MVOC എന്ന് പറയുന്ന മാസ്റ്റർ ഡിഗ്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അത് ഇന്ത്യയിലെ UGC അംഗീകൃതമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് MVOC കോഴ്സുകൾ ലഭ്യമാകുന്ന രൂപത്തിലാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ളത്. MVOC കഴിഞ്ഞാൽ അതിൻ്റെ ഹയർ ഡിഗ്രിയും ഇന്ത്യയിൽ ലഭ്യമാണ്. അതിൻ്റെ PhD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഇന്ന് സ്ഥാപനങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ബിവോക്ക് കഴിഞ്ഞാൽ അതേസമയം ബിവോക്ക് കഴിഞ്ഞാൽ MScയിലേക്ക് വരെ അഡ്മിഷൻ ലഭിക്കാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഇന്ന് മാറി മറിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ബിവോക്കിന് ശേഷം കൃത്യമായിട്ടുള്ള ഇൻറ്റേൺഷിപ്പും ട്രെയിനിങ്ങും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് MSc പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വരെ അഡ്മിഷൻ നൽകുന്ന അവസ്ഥ ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആശാവഹമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ചില ബിവോക്ക് കോഴ്സുകൾക്ക് ലാറ്ററൽ എൻട്രി, മറ്റു കോഴ്സുകൾ BTech ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി വരെ ലഭിക്കുന്നു എന്നുള്ളതും ബിവോക്കിൻ്റെ പ്രത്യേകതയാണ്. ബിവോക്ക് ശൈശവ ദിശയിലാണെന്ന് ഞാൻ പറഞ്ഞു. 10 വർഷമായിട്ടേ ഉള്ളൂ ഈ കോഴ്സ് ആരംഭിച്ചിട്ട്. അതിനിടയിൽ കോവിഡ് എന്ന് പറയുന്ന വലിയ മഹാമാരി 2-3 വർഷം നമ്മളെ വിട്ടുപോയി. ഇതിനിടയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനുശേഷം ബിവോക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ ബിവോക്ക് സ്ട്രക്ചർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലെ യൂണിവേഴ്സിറ്റികൾ നിർബന്ധമായിട്ടും ഏറ്റെടുക്കണമെന്നുള്ള സർക്കുലർ UGC ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓക്കെ സാർ, അപ്പം നമുക്ക് ബിവോക്കിലെ NSQF ലെവൽ എന്താണെന്നൊന്ന് പറയാമോ? NSQF ലെവൽ എന്നുള്ളത് ഒരുപാട് പറയാനുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ പുതിയ രൂപത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു പ്രത്യേക കോഴ്സ് ഇന്ത്യയിൽ പഠിക്കുന്നത് പോലെയല്ല മറ്റൊരു സ്റ്റേറ്റിൽ ഒരു പ്രത്യേക പ്രൊഫഷണൽ കോഴ്സ് ഇന്ത്യയിൽ പഠിക്കുന്നത് പോലെയല്ല മറ്റൊരു രാജ്യത്ത് പഠിക്കുന്നത്. അപ്പം ഇവിടുത്തെ കോഴ്സ് സ്ട്രക്ചർ ആയിരിക്കില്ല അവിടെ, ഇവിടുത്തെ ഡ്യൂറേഷൻ ആയിരിക്കില്ല അവിടെ, ന്യൂസിലാൻഡിൽ അത് വേറൊരു മോഡലിലായിരിക്കും പഠിക്കുന്നത്. ഈ 2 കോഴ്സുകളെയും നമ്മൾ മെർജ് ചെയ്യേണ്ടത് മുമ്പ് കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് അത്തരം സാധ്യതകളെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തും ഓരോ NSQF ലെവൽ ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ ഗ്രേഡിനനുസരിച്ച് ഗവൺമെൻറ് ഒരു നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിന് കീഴിൽ ഒരു ഡിഗ്രി, അതായത് ഒരു പോയിൻ്റ് നൽകുന്നു. ആ പോയിൻ്റ് നമുക്കറിയാം,
നമ്മൾ 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 2 എന്ന് പറയുന്ന NSQF ലെവലാണ് നൽകുന്നത്. +2 ലെവലിലുള്ളവർക്ക് 3 എന്ന് പറയുന്ന NSQF ലെവൽ. നമുക്കറിയാം പോളിയൊക്കെ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് 3, 4 എന്ന് പറയുന്ന NSQF ലെവലാണ് ലഭിക്കുന്നത്. അതേസമയം ഡിഗ്രി ലെവൽ BTech ലെവലിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് 5, 6, 7 എന്നുള്ള NSQF ലെവലാണ് ഇന്ത്യയിൽ ലഭിക്കുന്നത്. അതേപോലെ ബിവോക്കിലേക്ക് വരുന്ന സമയത്ത് ബിവോക്ക് 3 വർഷമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. 1ാമത്തെ വർഷം 5 എന്ന ലെവലും 2ാമത്തെ വർഷം 6 എന്ന ലെവലും 3ാമത്തെ വർഷം 7 എന്ന ലെവലുമാണ് NSQF നൽകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ ലെവൽ ലഭിച്ച് നമ്മൾ മറ്റൊരു കൺട്രിയിലേക്ക് ജോലി ആവശ്യാർത്ഥമോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആവശ്യാർത്ഥമോ പോകുമ്പോൾ ആ ഡിഗ്രിക്കനുസരിച്ചുള്ള ഒരു ക്വാളിഫിക്കേഷൻ ലെവൽ നമുക്ക് അവിടുന്ന് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ചില സമയത്ത് ഇവിടുന്ന് 7 ലഭിച്ചാൽ മറ്റൊരു യൂറോപ്യൻ കൺട്രിയിൽ ചിലപ്പോൾ അത് 6 ആയിരിക്കാം, 5 ആയിരിക്കാം. നേരെ തിരിച്ചും നമുക്ക് ലഭിക്കാൻ കഴിയും. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഒരു രാജ്യത്തെ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ ഹയർ ഡിഗ്രിയിലേക്ക് പ്രവേശിക്കുന്നതിനും ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും ഒരു കൺട്രിയിലെ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിക്ക് മറ്റൊരു രാജ്യത്തെ ഉദ്യോഗത്തിലേക്കോ ഹയർ ഡിഗ്രിയിലേക്കോ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ആ സ്റ്റേറ്റ് നൽകുന്ന NSQF ലെവൽ. അത് ബിവോക്കിന് 5, 6, 7 എന്ന ലെവൽ ലഭിക്കുന്നത് ഒരു ഡിഗ്രി പഠനത്തിൻ്റെ സാധ്യതയിലേക്കാണ് വെളിച്ചം വീശുന്നത്. സാർ, ഇപ്പോൾ നമുക്ക് ബിവോക് കോഴ്സിൽ ഏതെങ്കിലും ഒരു ഇയറിൽ നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ നമ്മുടെ പഠനം തുടരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ബിവോക്കിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ ട്രഡീഷണൽ ഡിഗ്രിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1ാമത്തെ വർഷം, അതായത് 2ാമത്തെ സെമസ്റ്റർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജ് വിട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും തൊഴിൽ, നിങ്ങൾക്ക് ആ രംഗവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യാനും കഴിയും. ഇപ്പോൾ നിങ്ങളൊരു പാരാമെഡിക്കൽ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 1 വർഷത്തെ ഗ്രേഡിനനുസരിച്ചുള്ള തൊഴിൽ ഇൻഡസ്ട്രിയിൽ പ്രവേശിക്കാനും അല്ലെങ്കിൽ തൊഴിൽ മേഖല നടത്താനും സാധിക്കും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ ആവശ്യാർത്ഥം നിങ്ങൾക്കത് എക്സിറ്റ് ചെയ്യാൻ കഴിയും. കോഴ്സ് എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി തുടരാൻ കഴിയും. പിന്നീട് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കണം അല്ലെങ്കിൽ തുടരണമെന്നുള്ള ആഗ്രഹമുണ്ടായാൽ ആ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ബിവോക്ക് പഠനം തുടരാൻ കഴിയുന്നതാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ വേണമെങ്കിലും ചേർന്നുകൊണ്ട് ബിവോക്ക് പഠനം നടത്താൽ, മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമായാൽ നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ബിവോക്ക് എന്നുള്ളത് യൂണിവേഴ്സിറ്റികൾക്കും അതീതമായി കേന്ദ്ര ഗവൺമെൻറ് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് അതീതമായ ഒരു എക്സിസ്റ്റൻസ് യൂണിവേഴ്സിറ്റികൾക്ക് അതീതമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും പേടി കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഏത് വർഷമെങ്കിലും തുടർന്ന് പ്രവേശിക്കാനും വീണ്ടും 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത സബ്ജക്റ്റിലേക്ക് തന്നെ പാരാമെഡിക്കൽ കോഴ്സിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കാനും കഴിയുന്ന രൂപത്തിലാണ് ബിവോക്ക് കോഴ്സ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.